കിട്ടിയെങ്കിൽ എനിക്കതിൽ സന്തോഷമുണ്ട്. ഇത്ര വർഷം കഷ്ടപ്പെട്ടതിൻ്റെ എന്തൊക്കെ ശിക്ഷകൾ കിട്ടിയാൽ എൻ്റെ കൊച്ചിന് മാറ്റം വരില്ല. എൻ്റെ കൊച്ചിൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കണം. ഞങ്ങളുടെ രണ്ടുപേരുടെ ജീവിതം ഇനി പോവുള്ളൂ. പാവം ഉരുണ്ട് കളിയും ചിരിയും പുറലോകം കാണാത്ത. ഞാൻ വിജയിച്ചത് അവൻ്റെ ഉൾമനസ്സിൽ, അവൻ്റെ ആത്മാവിൽ ഞാൻ അവൻ്റെ പ്രസവിച്ച അമ്മയായിട്ട് കയറിയില്ലേ, അതാണ് എൻ്റെ വിജയം. പെറ്റമ്മയായിട്ട് എൻ്റെ അമ്മ. നമ്മളിപ്പോൾ കണ്ട ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ 11 വർഷം മുമ്പ് കുമളിയിൽ ഒരു മാതാവും പിതാവും കൂടെ ചേർന്ന് പറഞ്ഞാൽ അനുസരിക്കുന്നില്ല എന്ന് പറഞ്ഞ് സ്വന്തം മകനെ ക്രൂരമായിട്ട് മർദ്ദിച്ച് അതിൻ്റെ തലച്ചോറിന് ക്ഷതം, അതിൻ്റെ ദേഹത്തൊന്നും ക്ഷതമില്ലാത്ത രീതിയിലാക്കി അതിൻ്റെ ആ തലച്ചോറിനെ ബാധിച്ച് അതിൻ്റെ വളർച്ചയെയും ബാധിച്ച് ബുദ്ധിയെയും എല്ലാം ബാധിച്ച് തീരെ വയ്യാതായ ഷെഫീഖ് എന്ന് പറയുന്നൊരു കുഞ്ഞിനെ നോക്കുന്ന ആയയുടെ സംസാരമാണ് ഇപ്പം നമ്മൾ കേട്ടത്. ആയ എന്ന് പറയാൻ പറ്റത്തില്ല. ആ കുഞ്ഞിനെ 11 വർഷമായിട്ട് സ്വന്തം മകനെ പോലെയാണ് വളർത്തുന്നത്. സർക്കാർ നിയമിച്ചതാണ്, ചൈൽഡ് വെൽഫെയർ നിയമിച്ചതാണെങ്കിൽ പോലും ഒരമ്മ നോക്കുന്നതിൽ ഉപരിയായിട്ട് ആ കുഞ്ഞിൻ്റെ എല്ലാ വളർച്ചയുടെ ഘട്ടത്തിലും പൊന്നുപോലെ നോക്കിക്കൊണ്ട് വരുന്ന ഒരു അമ്മയാണ്. അപ്പം ഇപ്പം ഇങ്ങനെ ഉണ്ടാവാന്ന് പറഞ്ഞാൽ 11 വർഷം മുമ്പ് ആ കുഞ്ഞിനോട് ക്രൂരത കാണിച്ച ആ കുഞ്ഞിൻ്റെ മാതാപിതാക്കൾക്ക് ഇപ്പം കോടതി ഉത്തരവ് ഇന്ന് വന്നിട്ടുണ്ട്. അച്ഛന് 7 വർഷവും അമ്മയ്ക്ക് 10 വർഷവും കഠിന തടവാണ് വിധിച്ചിരിക്കുന്നത്. പക്ഷേ അത് പോരായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനിയിപ്പോൾ ജയിലിൽ പോയി നല്ല ഫുഡും കഴിച്ച് ജീവിക്കാമല്ലോ. ഈ നിയമമൊന്നും പോരാ. ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത ഒരു തെറ്റിന് 11 വർഷം കഴിഞ്ഞിട്ടാണ് ശിക്ഷ കൊടുക്കുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ഓരോ കുറ്റകൃത്യങ്ങളും കൂടിക്കൂടി വരുന്നത്. ഇന്ന് രാവിലെ കൂടെ ടി വിയിൽ നമ്മൾ കേട്ടില്ലേ, ഒരു ഉത്തർപ്രദേശുകാരായ ഒരു ദമ്പതികൾ, അതിൻ്റെ ആ കുട്ടിയുടെ അമ്മയുടെ പേര് അനീഷ എന്നാണ്. 5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയോട് ചെയ്ത ക്രൂരത. രാത്രിയിൽ ഫുഡെല്ലാം കൊടുത്ത് നോർമലായിട്ട് അച്ഛൻ കാങ്കെ നന്നായിട്ട് സ്നേഹിച്ച് കിടത്തി ഉറക്കി. രാത്രിയിൽ അച്ഛനൊക്കെ ഉറങ്ങിയ ശേഷം അങ്ങ് ശ്വാസം മുട്ടിച്ച് അങ്ങ് കൊന്നു. ആരും ഒന്നും അറിഞ്ഞില്ല. ഏറ്റവും രസം എന്താണെന്ന് ചോദിച്ചാൽ പുള്ളിക്കാരി ഗർഭിണിയാണ്. പുള്ളിക്കാരി ഗർഭിണിയാണ്. പുള്ളിക്കാരിയുടെ ആദ്യ കല്യാണത്തിൽ നിന്ന് പുള്ളിക്കാരിക്കും ഒരു കൊച്ചുണ്ട്. ഈ ഹസ്ബൻഡിന്റെ ആദ്യ കല്യാണത്തിൽ നിന്ന് ഉണ്ടായ കുട്ടിയാണ് ഈ മരിച്ച കുട്ടി എന്ന് പറയുന്നത്. അവർക്ക് 2 മക്കളുള്ളതല്ലേ. എന്നിട്ട് പോലും ഓരോരുത്തരുടെ ആ മനസ്സെന്ന് പറഞ്ഞാൽ നമുക്ക് വാർത്ത കാണുമ്പോൾ വല്ലാത്തൊരു സങ്കടമാണോ ദേഷ്യമാണോ എന്താ വരുന്നതെന്ന് അറിയത്തില്ല. അപ്പം ഇങ്ങനെ ഒരു വിധിയും കൂടെ കേട്ടപ്പോഴത്തേനും കുറച്ച് ആശ്വാസം മനസ്സിന് തോന്നിയെങ്കിലും ഈ ഒരു വിധി പോരായിരുന്നു. കുറച്ചും കൂടെ നേരത്തെ നല്ലൊരു ശിക്ഷ അവർക്ക് കൊടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ എന്നാ ചെയ്യാനാ. പക്ഷെ ആ കുഞ്ഞിനെ അങ്ങനെയെങ്കിലും ആ അമ്മ പൊന്നുപോലെ വളർത്തുന്നല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ. ഇന്നിപ്പോൾ വേറൊരു വീഡിയോ ഞാൻ കണ്ടു. നമ്മുടെ ദീപ്തി ടീച്ചർ ഒരു കുഞ്ഞിനെ എടുത്ത് വളർത്തുന്നൊരു വീഡിയോ കണ്ടു. അപ്പം അവരെന്ന് പറയുമ്പോൾ ആദ്യം കല്യാണം കഴിച്ചു, മക്കളൊന്നുമില്ല. പിന്നെ ബന്ധം പിരിഞ്ഞ് ഇപ്പം 2ാമത് കല്യാണം കഴിക്കാനായിട്ട് പോവാണ്. ആ സമയത്ത് ഒരു കുട്ടീനെ എടുത്ത് വളർത്തുന്നത്. അവർക്ക് വേണമെങ്കിൽ ഇപ്പോൾ കല്യാണം ഞാൻ കഴിക്കാൻ പോവാണല്ലോ, എനിക്ക് ഇനിയും കുട്ടികൾ ഉണ്ടാവുമല്ലോ എന്നൊക്കെ ഓർത്ത് ഇരിക്കായിരുന്നു. അന്നേരം ആ ഒരു സമയത്ത് പോലും ഒരു കുട്ടീനെ എടുത്ത് വളർത്താൻ കാണിച്ചൊരു മനസ്സിനെ ഓർത്ത് എത്ര അഭിനന്ദിച്ചാലും മതിയാവത്തില്ല. പലരും അതിന് നെഗറ്റീവ് കമൻറ്റുകളൊക്കെ ആയിട്ട് വരുമായിരിക്കും. ഇപ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്ന ആളുടെ കാര്യം ഓർക്കണ്ടായിരുന്നോ, ഇനി നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാകത്തില്ല, അങ്ങനെ എങ്ങനെയാ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഒരു ജീവിക്കാൻ ചുറ്റുപാടില്ല, അങ്ങനെ പറ്റത്തില്ല, സാഹചര്യം ഇല്ലാത്തൊരു കുട്ടീനെ എടുത്ത് വളർത്തുന്നത് വലിയൊരു പുണ്യപ്രവൃത്തിയാണ്. നമുക്ക് നമ്മുടെ മക്കളുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മക്കളെ നോക്കാൻ പറ്റുകയും അവരെയും കൂടെ നോക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനപ്പുറം പുണ്യപ്രവൃത്തി വേറെ ഒന്നുമില്ല. ദീപ്തി ടീച്ചർ ഇത് ചെയ്തത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. ഈ ഉത്തർപ്രദേശുകാരിയായ അനീഷ ഈ കുഞ്ഞിനെ കൊല്ലാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ ഇനി അടുത്ത കുഞ്ഞും കൂടെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ചെലവ് കാര്യങ്ങൾ, അതേപോലെ ഈ കുഞ്ഞും കൂടെ ഒരു ബാധ്യതയാകും എന്നൊക്കെ ഓർത്തിട്ടാണ്. അപ്പം ഇവർക്ക് എന്തുകൊണ്ട് സ്വന്തം കുഞ്ഞിനെ എന്നാൽ പുതിയൊരു കുഞ്ഞ് വരാൻ പോകുന്നു, എന്നാൽ എൻ്റെ മൂത്ത കുഞ്ഞിനെ അത് ആദ്യത്തെ ഭർത്താവിൽ നിന്ന് ഉണ്ടായതല്ലേ എന്ന് ഓർത്ത് മൂത്ത കുഞ്ഞിനെ കൊല്ലാൻ തോന്നിയില്ലല്ലോ. അപ്പം സ്വന്തം മക്കളോട് സ്നേഹമുണ്ട്, ഇപ്പം കല്യാണം കഴിച്ച ഭർത്താവിൻ്റെ മക്കളായതുകൊണ്ട് സ്നേഹമില്ല. അപ്പം അതിനെ അങ്ങ് ശ്വാസം മുട്ടിച്ച് കൊന്നു. കൊള്ളാം എൻ്റെ പൊന്നെ. ഇതിനൊക്കെ ഇപ്പം ഇനിയിപ്പോൾ ഒരു 10 വർഷം കഴിയുമ്പോൾ ഇതിന് ശിക്ഷ കിട്ടുമായിരിക്കും. ഉടനെ തന്നെ കൊടുക്കണം. ഒരു മാസം പോലും എടുക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. അതിനു മുമ്പ് തന്നെ നല്ല ശിക്ഷ കൊടുക്കണം. എന്നാലേ ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ ഇനിയെങ്കിലും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകാതെ ഇരിക്കത്തുള്ളൂ. പ്രസവിച്ചു എന്നതുകൊണ്ട് മാത്രം ആരും അമ്മയാവുകയില്ല. എനിക്കും ഉണ്ട് 3 മക്കൾ. അവരെ ഞാൻ എല്ലാ രീതിയിലും നന്നായിട്ട് വളർത്തിയെങ്കിലും മാത്രമേ എന്നെ നല്ലൊരു അമ്മ എന്ന് വിളിക്കാൻ പറ്റത്തുള്ളൂ.
അങ്ങനെ ഒരു കാര്യത്തിൽ ആയാണെങ്കിൽ പോലും ആ മകനെ ഈ 11 വർഷക്കാലം പൊന്നുപോലെ വളർത്തിക്കൊണ്ട് വന്നിരിക്കുന്ന അമ്മ എന്ന് പറഞ്ഞാൽ വളർത്തമ്മ എന്നൊന്നുമല്ല, സ്വന്തം അമ്മ ആയിക്കഴിഞ്ഞു ഈ ഒരു സമയം കൊണ്ട് തന്നെ. ഇങ്ങനെയുള്ള അമ്മമാർ അല്ലെങ്കിൽ മക്കളെ ഉപദ്രവിക്കാൻ മനസ്സ് കാണിക്കുന്ന അമ്മമാർ, ഇങ്ങനെയുള്ള അമ്മമാരെ കണ്ടു പഠിക്കണം. കഴിഞ്ഞ ദിവസം കൂടെ ശിശുക്ഷേമ സമിതി അത്രയും സെക്യൂർഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നടന്ന ക്രൂരത ഞാൻ തന്നെ വീഡിയോയിലെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 ആയമാര് ചേർന്ന് ഒരു കുട്ടിയുടെ 2 വയസ്സ് മാത്രമുള്ള കുട്ടിയുടെ, അതായത് മുള്ളുന്നു എന്നും പറഞ്ഞുകൊണ്ട് സ്വകാര്യ ഭാഗം ഞുള്ളുകയും ഒക്കെ മുറിവേൽപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഇഷ്യൂ കഴിഞ്ഞ ദിവസം കൂടെ നടന്നതാണ്. ഈ നമ്മുടെ കേരളത്തിൽ വന്നിട്ട് എന്ത് ചെയ്യാമെന്നാണ്, ഈ ഉത്തർപ്രദേശിൽ നിന്നൊക്കെ കേരളത്തിൽ വന്നിട്ട് എന്ത് ചെയ്യാമെന്നാണ് നമ്മുടെ നിയമം കുറച്ചും കൂടെ ഒന്ന് ഇപ്പോൾ ഇന്ന് ഒരാളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്ത് ഇത് വന്നാലും നിയമം ഏറ്റവും സ്ലോ ആയിട്ടാണ് പോകുന്നത്. എത്രയും പെട്ടെന്ന് ശിക്ഷ വിധിക്കുമെന്നുണ്ടെങ്കിൽ അത്രയും പേടി ജനങ്ങളിൽ വരും. ഇനി ഒരു തെറ്റ് ചെയ്യാനായിട്ട് എല്ലാവരും പേടിക്കും. നിയമം മാറാതെ ഇതേപോലെയുള്ള കുറ്റകൃത്യങ്ങൾ ഒരിക്കലും മാറാൻ പോകുന്നില്ല. പോലീസിനും കോടതിക്കും ഒന്ന് ശിക്ഷ വിധിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിൽ ഇങ്ങനെ കുറ്റകൃത്യം ചെയ്യുന്നവരെ പബ്ലിക്കായിട്ട് അങ്ങ് ഇറക്കി വിട്ടാൽ മതി, നാട്ടുകാരെല്ലാം ചെയ്തോളൂ. ഓരോരോ ന്യൂസ് ദിവസം കേൾക്കുമ്പോൾ പേടി വരുവാണ്. നമ്മൾ പറയുന്ന അനുസരിക്കുന്നില്ല എന്ന് പറഞ്ഞ് കുട്ടികളെ അതായത് പട്ടിണിക്കിടുകയും കാലൊക്കെ ആ കുഞ്ഞിൻ്റെ ഒടിഞ്ഞിരിക്കുന്നു കാലൊക്കെ. ഇപ്പം ഈ ഷെഫീഖ് എന്ന് പറയുന്ന കുഞ്ഞ് ഇത്രയും വർഷം, അതായത് 16 വയസ്സ് ആ പ്രായമേ ഉള്ളെന്ന് തോന്നി ഇപ്പം ആ കുട്ടിക്ക്. അപ്പം ഒന്ന് സാധാരണ ഒരു കുട്ടിയെ പോലെ നടക്കാനോ കളിക്കാനോ ഒന്ന് ഓർമ്മിക്കാനോ, ഇപ്പം വളർത്തുന്ന അമ്മ അത്രയും സ്നേഹിച്ച് വളർത്തിയാൽ പോലും അതിനെ അമ്മ എന്നൊന്ന് വിളിക്കാനോ ഒന്ന് അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ ഓർക്കാനോ ഒന്നും പറ്റത്തില്ലാത്ത രീതിയിൽ നന്നായിട്ട് ജനിച്ച കുഞ്ഞാണ്. നല്ല ബുദ്ധിയും ബോധവും അറിവും എല്ലാം കൊടുത്ത് ദൈവം കൊടുത്തൊരു കുഞ്ഞാണ്. ആ കുഞ്ഞിനെ ഇതേപോലെ അപ്പോൾ ഈ ഒത്തിരിയും പേര് ഇങ്ങനത്തെ വീഡിയോകൾ കാണുമ്പോൾ ഈ കുഞ്ഞുങ്ങളില്ലാത്തവർ ഒക്കെ എന്തോരം വിഷമിക്കുന്നുണ്ടായിരിക്കും. ഒരു കുഞ്ഞിനെ ഇങ്ങനെ ചെയ്ത് കളഞ്ഞല്ലോ, നമുക്ക് നോക്കാൻ പറ്റത്തില്ല, അതിനെ വളർത്താനുള്ള കഴിവ് നമുക്കില്ല എന്നുണ്ടെങ്കിൽ, ഒന്നാമത്തെ കാര്യം മക്കളെ വളർത്താനുള്ള കഴിവില്ല എന്നുണ്ടെങ്കിൽ അതിനെ ഉണ്ടാക്കാതിരിക്കുക. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ നമുക്കിങ്ങനെ ആയിപ്പോയെങ്കിൽ ആ കുഞ്ഞിനെ കൊന്നു കളയാതെ അതിനെ ആക്കാൻ പറ്റിയ സ്ഥലങ്ങൾ എവിടെയെങ്കിലും ഒരു അമ്മ തൊട്ടിലോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുപോയി അതിനെ കൊടുക്കുക. അല്ലാതെ ഒരിക്കലും ഒരു രീതിയിലുള്ള ഇഷ്ടക്കേട് കാണിച്ച് ഇങ്ങനെ ടെറസിൻ്റെ മറ്റേ ഫ്ലാറ്റിൻ്റെ അവിടുന്ന് ഇങ്ങനെ എടുത്ത് വേസ്റ്റ് എറിയുന്ന പോലെ ഇങ്ങനെ എടുത്ത് എറിഞ്ഞ് കളയാനുള്ളൊരു ജീവനാണോ അത്? ഇതെന്നൊക്കെ പറയുമ്പോൾ ദൈവം ഇതെല്ലാം കാണുന്നുണ്ട്. മരിച്ചങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും നന്നായിട്ട് തന്നെ പലിശ സഹിതം അങ്ങോട്ട് കിട്ടിക്കോളും. അല്ലെങ്കിൽ നിങ്ങളുടെ അവസാന കാലത്ത് ഇതിനെയൊക്കെ ചൊല്ലി നല്ല സൂപ്പറായിട്ട് അനുഭവിച്ച് തന്നെ മരിക്കത്തുള്ളൂ.